ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നാടൻ ഇലയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് വൈകിട്ട് ചായക്കൊപ്പമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ രോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇലയപ്പം തയ്യാറാക്കാനായിട്ട് 1/2 കിലോ അരിമാവ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന സെയിം മാവാണ്, അതായത് വറുത്ത മാവാണ്, ഒട്ടും തന്നെ തരിയില്ലാത്ത അരിമാവാണ്. ഇലയപ്പത്തിൻ്റെ ഫില്ലിങ്ങിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനൊരു 10 പാളയംകുടൻ പഴം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം റോബസ്റ്റയോ അല്ലെങ്കിൽ നല്ല പഴുത്ത ഏത്തപ്പഴം വേണമെങ്കിലും എടുക്കാം. തേങ്ങ ചിരകിയത് 3 കപ്പ് എടുത്തിട്ടുണ്ട്. ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ഏകദേശം ഒരു 2.5 കപ്പുണ്ട്. ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. നമുക്ക് മാവ് കുഴയ്ക്കേണ്ടത് നല്ല തിളച്ച വെള്ളത്തിലാണ്. ഞാനൊരു 5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. പഴം നമുക്ക് നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ പഴം ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ശർക്കരയും തേങ്ങയും മാത്രം വെച്ചും നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇതുപോലെ കനം കുറച്ച് പഴം അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തേങ്ങയിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഫില്ലിങ്ങിലേക്ക് പഴം കൂടെ ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു മധുരം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഫുള്ളായിട്ട് ചേർക്കാത്തത്, കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ ഫുള്ളും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളം നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമെല്ലാം ഒരുമിച്ചല്ല നമ്മൾ ഒഴിക്കുന്നത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 കിലോ അരി കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് ഏകദേശം 5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിമാവിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് ഈ ഒരളവിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് വ്യത്യാസം വരും. ഇപ്പോൾ മാവ് എല്ലാ സൈഡിലും ഒന്ന് നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. ചൂടൊന്ന് കുറഞ്ഞിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്ത് ഇലയിൽ വെച്ച് പരത്തി ഇലയപ്പം തയ്യാറാക്കാം. ഞാനിവിടെ ഇതുപോലെ വട്ട ഇലയിലാണ് ഇലയപ്പം തയ്യാറാക്കുന്നത്. ഇതിന് പൊടിയണിയില എന്നും പറയാറുണ്ട്. എല്ലാ സ്ഥലത്തും അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയിലയിലും ഇലയപ്പം തയ്യാറാക്കാം. ഇലയെല്ലാം ഒന്ന് കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറുതും വലുതുമായിട്ട് കുറച്ചധികം ഇലകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഇതുപോലെ ഒരു ഉരുള മാവെടുത്ത് ഇലയുടെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ടാണ് നമുക്കിത് പരത്തി എടുക്കാനുള്ളത്. അപ്പോൾ ഇലയൊന്ന് കറക്കി നമുക്ക് ഒരു നല്ല റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഇത് പരത്തിയെടുക്കാം.
അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുത്താൽ മതിയാവും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. കുറച്ചൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, നല്ല തിന്നായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആദ്യം തേങ്ങ ശർക്കര മിക്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ വെച്ച് കൊടുത്താൽ മതിയാവും. നമുക്കിത് മടക്കിയെടുത്ത് ഒട്ടിക്കാനുള്ള ആ ഒരു സ്പേസ് ഇട്ടിട്ടാണ് നമ്മളിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു എഡ്ജിലൊന്നും നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കി കൊണ്ടുവന്ന് ചേർത്ത് അങ്ങ് ഒട്ടിച്ച് വയ്ക്കാം. കണ്ടില്ലേ, ഇലയുടെ ആ ഒരു സെൻട്രലായിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഇലയിലും ഇതുപോലെ പരത്തി റെഡിയാക്കാം. ഇത് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇലയപ്പം ഇതിനകത്തേക്ക് വെക്കാം. ഇപ്പോൾ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ വെക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ എല്ലാ ഇലയപ്പത്തിനും നന്നായിട്ട് ആവി കിട്ടും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചാൽ ചിലപ്പോൾ ഇടയ്ക്കുള്ളതൊന്നും വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്തിത് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നടുക്കുള്ള ആ ഒരു സ്പേസിന് മുകളിലായിട്ട് 2 എണ്ണം കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ 1/2 കിലോ മാവാണല്ലോ ഇലയപ്പം തയ്യാറാക്കാനായിട്ട് എടുത്തത്. അതിൽ നിന്നും എനിക്ക് ചെറുതും വലുതുമായിട്ട് 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാത്രം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലും കൂടെ നമുക്ക് ഇലയപ്പം വേവാനായിട്ട് വെച്ച് കൊടുക്കാം. ഇത് 25 മിനിറ്റ് ആയപ്പോൾ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ ഇതുപോലെ അടച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണം എടുത്ത് ഒന്ന് തുറന്ന് നോക്കാം. ഇലയിൽ നിന്നും നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വട്ടയിലയിൽ തയ്യാറാക്കുന്ന ഇലയപ്പത്തിന് ഒരു പ്രത്യേക മണം തന്നെയാണ്. കഴിയുമെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.